ഒരു നാൾ കൈലാസത്തിൽ ഇരിക്കുകയായിരുന്ന മഹാദേവന് വൃന്ദാവനത്തിൽ പോയി കണ്ണനെ ദർശിക്കുവാൻ ആഗ്രഹം ജനിച്ചു. അപ്പോൾ തന്നെ ഒരു ചെറിയ ബാലൻ്റെ രൂപത്തിൽ മഹാദേവൻ കുഞ്ഞിക്കണ്ണൻ്റെ അരികിൽ എത്തി. ഒരുപാട് നേരം കണ്ണൻ്റെ അരികിൽ ചിലവഴിച്ച മഹാദേവൻ പോകുവാൻ നേരം കണ്ണന് ഒരു സമ്മാനവും നൽകി. വംശി എന്ന ഓടക്കുഴൽ കണ്ണന് സമ്മാനിച്ചത് മഹാദേവനാണ്. എപ്പോഴൊക്കെ കൃഷ്ണൻ പുല്ലാങ്കുഴൽ വായിക്കുന്നുവോ അപ്പോഴൊക്കെ പ്രകൃതിയിലെ സർവ്വജീവജാലങ്ങളും മെയ്മറന്നു നിൽക്കും. സസ്യങ്ങൾ ചലിക്കില്ല. പൈക്കൾ പുല്ലുമേയൽ നിർത്തും. യമുനാ നദി പോലും ദിശ മാറി ഒഴുകുവാൻ ആരംഭിക്കും. എല്ലാവർക്കും പ്രിയം കണ്ണൻ്റെ മധുരസംഗീതം. എന്നാൽ കണ്ണൻ പുല്ലാങ്കുഴൽ വായിക്കുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമാണ്. സ്വന്തം ജീവന് തുല്യം കണ്ണൻ സ്നേഹിച്ചത് രാധയെ മാത്രമാണ്. കണ്ണൻ ഒരിക്കലും രാധയെയും പുല്ലാങ്കുഴലിനെയും തന്നിൽ നിന്നും അകറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കണ്ണൻ തൻ്റെ പുല്ലാങ്കുഴൽ രണ്ടായി ഒടിച്ചു കളഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു നാൾ രാധയ്ക്ക് ഒരു ശാപം ലഭിച്ചു. നീ ഇനി കണ്ണനെ ദർശിച്ചാൽ 100 വർഷം നിനക്ക് അവനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. നിന്നിൽ നിന്നും അവൻ വളരെ ദൂരം അകലും. എന്തു വന്നാലും കണ്ണനെ കാണാതിരിക്കുവാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് രാധ കൃഷ്ണനെ കാണുവാൻ പോയി. ആ സംഭവത്തിന് ശേഷം അധികം വൈകാതെ കൃഷ്ണൻ വൃന്ദാവനം ഉപേക്ഷിച്ചു. കംസവധം നടത്തി ദ്വാരകയിൽ തൻ്റെ കൊട്ടാരം നിർമ്മിച്ചു. രാജാവായി ഭരണവും ആരംഭിച്ചു. രാധയ്ക്ക് വേണ്ടി മാത്രം വായിച്ചിരുന്ന തൻ്റെ പുല്ലാങ്കുഴൽ എപ്പോഴും കൃഷ്ണൻ തൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു. അങ്ങനെ 100 വർഷം കടന്നുപോയി. വൃദ്ധയായ രാധ തൻ്റെ അവസാന നാളുകൾ അടുത്തു എന്ന് തിരിച്ചറിഞ്ഞു. ഈ ഭൂമിയിൽ നിന്ന് വിട പറയും മുമ്പ് ജീവന് തുല്യം സ്നേഹിച്ച കണ്ണനെ ഒരു നോക്ക് കാണുവാൻ രാധ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. രാധയുടെ പാദം ദ്വാരകയിൽ പതിച്ചതും ആരാണ് തന്നെ തേടി വരുന്നത് എന്ന് കണ്ണന് മനസ്സിലായി. ആരവങ്ങളോടെ കൃഷ്ണൻ രാധയെ വരവേറ്റു. ഇരുവരും ഒരുപാട് സംസാരിച്ചു. രാധയ്ക്ക് വിശ്രമിക്കുവാനുള്ള ഇടം കാണിച്ചു കൊടുത്ത ശേഷം കൃഷ്ണൻ ജനക്ഷേമം അന്വേഷിക്കുവാൻ പോയി. ഒരുപാട് നേരത്തിന് ശേഷം രാധയുടെ മനസ്സിൽ വല്ലാത്ത ഒരു വിഷമം കയറിക്കൂടി. താൻ ഇവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് മനസ്സിനുള്ളിൽ ഇരുന്ന് ആരോ പറയുന്നത് പോലെ. അങ്ങനെ രാത്രിയായപ്പോൾ കൃഷ്ണനോട് പോലും യാത്ര ചോദിക്കാതെ രാധ പുറപ്പെട്ടു. ഒരു വനത്തിലൂടെയാണ് യാത്ര. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോഴാണ് രാധയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. ആരോ തന്നെ പിന്തുടരുന്നത് പോലെ തോന്നിയ രാധ തിരിഞ്ഞു നോക്കി. പുറകിൽ തന്നെ നോക്കി നിൽക്കുന്ന കൃഷ്ണനെ കണ്ടു. കൃഷ്ണൻ പറഞ്ഞു, 100 വർഷം എന്നെ പിരിഞ്ഞിരുന്നു. ഇനിയും അതിന് തന്നെയുള്ള പുറപ്പാടാണോ? തൻ്റെ തെറ്റ് മനസ്സിലായ രാധ കൃഷ്ണനോട് തൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുവാൻ ആവശ്യപ്പെട്ടു. പണ്ട് എനിക്ക് വേണ്ടി ഉയർത്തിയ മുരളീനാദം ഒരിക്കൽ കൂടി വായിക്കാമോ? കൃഷ്ണൻ തൻ്റെ പുല്ലാങ്കുഴൽ എടുത്ത് വായിക്കുവാൻ ആരംഭിച്ചു. കാടും സസ്യങ്ങളും സർവ്വജീവജാലങ്ങളും ആ സംഗീതത്തിൽ ലയിച്ചു നിന്നു. രാധ ശ്വാസം പോലും എടുക്കുവാൻ മറന്നു. ഒരുപാട് നേരം പുല്ലാങ്കുഴൽ വായിച്ച കൃഷ്ണൻ തൻ്റെ വായന നിർത്തി മിഴികൾ തുറന്ന് രാധയെ നോക്കി. അപ്പോൾ കണ്ട കാഴ്ച സാക്ഷാൽ ഭഗവാനായിരുന്ന കൃഷ്ണനെ പോലും തകർത്ത് കളയുന്നതായിരുന്നു. മിഴികൾ തുറന്ന ഭഗവാൻ കണ്ടത് ചേതനയറ്റ തൻ്റെ പ്രിയ സഖിയുടെ ദേഹമായിരുന്നു. സർവവും മറന്ന് ഭഗവാൻ പൊട്ടിക്കരഞ്ഞു. രാധയില്ലാത്ത ഈ ലോകത്ത് എന്തിനാണ് തനിക്ക് ഈ പുല്ലാങ്കുഴൽ? അതുകൊണ്ട് തന്നെ പുല്ലാങ്കുഴൽ രണ്ടായി ഒടിച്ച് കൃഷ്ണൻ ദൂരേക്കെറിഞ്ഞു. പിന്നീടൊരിക്കലും ഒരു പുല്ലാങ്കുഴലിലും കൃഷ്ണൻ്റെ കരസ്പർശം ഏറ്റിട്ടില്ല. യഥാർത്ഥ പ്രണയത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് കൃഷ്ണനും രാധയും. അതുകൊണ്ട് തന്നെയാണ് ഇന്നും രാധാകൃഷ്ണ എന്ന് നാം പറയുന്നത്. രാധേ രാധേ.